അല്ലാഹു തആല അടയാളപ്പെടുത്തി കാണിക്കുന്നത് ഏതെങ്കിലും ഒരു അമലിനെ ഒഴിവാക്കിയതിന്റെ പേരിലോ അതിനെ സൂക്ഷിക്കാത്തതിന്റെ പേരിലോ അല്ലാഹു തആല അടയാളപ്പെടുത്തി മാനം കെടുത്തുന്ന അമലുണ്ടെങ്കിൽ അത് നിസ്കാരം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ഞാനൊന്ന് വായിക്കാം. നബി തങ്ങൾ പറയുന്നു, നിസ്കാരത്തിന്റെ മേൽ ഒരാൾ ശരിക്കും സമയം നോക്കി നിസ്കരിച്ചാൽ അക്റമഹുല്ലാഹു ബി ഖംസി ഖിസാൽ, 5 കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു അയാൾ ആദരിക്കും. ആ 5 കാര്യങ്ങൾ പഠിക്കണം. എന്റെ ചെറുപ്പക്കാർ, എന്റെ യുവാക്കൾ, എന്റെ സുഹൃത്തുക്കൾ ആരാവട്ടെ, നിസ്കാരത്തിന്റെ സമയത്തിൽ ശ്രദ്ധയില്ലാത്തവർ, നിസ്കാരം എന്തോ ആവട്ടെ എന്ന് ആലോചിക്കുന്നവർ, ചെറിയ ചെറിയ കേസുകൾക്ക് വേണ്ടിയിട്ട് നിസ്കാരത്തെ വിടുന്നവർ ആലോചിക്കണം. 5 കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു ആദരിക്കും. 1, യുർഫഉ അൻഹു ദീഖുൽ ഐഷ്, ദുന്യാവിന്റെ അകത്ത് ജീവിതത്തിന്റെ ഇടുക്കം മോനുണ്ടാവില്ല. എനിക്കിപ്പോ എത്ര ഒറ്റക്കെട്ടുണ്ടായിരുന്നു, ഞാൻ ആകെ ലോണെടുത്തിട്ട് കിട്ടും കുട്ടിങ്ങിക്കണേ, മറ്റെടുത്ത് കിട്ട തയ്ക്കണേ, മറിച്ചെടുത്ത് കിട്ട തയ്ക്കണേ എന്ന് അവൻ പറയേണ്ടി വരില്ല. ദുന്യാവിന്റെ ജീവിതത്തിന്റെ ഇടുക്കത്തൊട്ട് അവന് പറഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാവൂല എന്നല്ല, ആ ദാരിദ്ര്യം ഉള്ളവനും പ്രശ്നമില്ലെങ്കിൽ എന്താ കൂട്ടരെ, ഇനയാണ് മനസ്സിനുള്ളതെങ്കിൽ. നിങ്ങൾ നോക്കാണി, അള്ളാന്റെ ഭൂമിയിൽ നമ്മളെപ്പോലെ നടക്കണ മനുഷ്യന്മാര് ഓരോരോ സ്ഥലത്ത് കിടക്കണില്ലേ, അവർക്ക് വല്ല പ്രശ്നമുണ്ടോ? റെയിൽവേ സ്റ്റേഷനിൽ കടന്നിറങ്ങണവരെ കണ്ടില്ല നിങ്ങൾ? റെയിൽവേ സ്റ്റേഷനിൽ ചുക്ക് 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 നല്ല തീവണ്ടി വരുന്ന നേരത്ത് കടന്നിറങ്ങണ മനുഷ്യന്മാര് ഓലെ നമ്മളെ വല്ല കൊട്ടാരത്തിലോ കടക്കിയിലോ കൊണ്ടുപോയിട്ട് ഫാൻ ഇട്ട് കൊടുത്താൽ ഓല് ചെയ്യാമം വരെ ഉറങ്ങൂല. ഈ ഒച്ച ഏട്ടെങ്കിലേ ഓൾക്ക് ഉറക്കം വരുള്ളൂ. അങ്ങനത്തെ കൂട്ടരില്ലേ, അവർക്ക് മോഹമില്ല, പ്രശ്നമില്ല, വീടില്ലെന്ന് പ്രശ്നമില്ല. ഇതര നാടിൽ നിന്ന് അഭയാർത്ഥികളായി വരുന്ന കുറെ കൂട്ടക്കാരില്ലേ, പ്രശ്നങ്ങൾ വരുമ്പോ ഞമ്മക്കൊക്കെ അങ്ങനെ വന്നേക്കാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വലിയൊരു വെള്ളപ്പൊക്കം, വലിയൊരു ഭൂകമ്പം, ഇങ്ങനെ അങ്ങനെ ആളുകൾ വരല്, അഭയാർത്ഥികളായി മാറല്, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത്തരക്കാരായ ആളുകൾക്ക് വലിയ മാനസികമായ മോഹങ്ങളോ വലിയ സ്വപ്നങ്ങളോ അല്ലാതെ വരുമ്പോ ഓൽക്ക് ലോണുമില്ല, കുടുക്കുമില്ല, കട്ടക്കുമില്ല, ഇടുക്കുമല്ല, തിന്നാൻ അത് കിട്ടിയില്ല എന്നൊന്നും ചിന്തയില്ല, മനസ്സിന് സംതൃപ്തിയുണ്ട്. ഈ തരം ഒരു മനസ്സംതൃപ്തി അള്ളാഹു നൽകുന്നത് കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള സംതൃപ്തി നൽകിയിട്ട് അവർക്ക് ജീവിതത്തിന്റെ ഇടുക്കം അള്ളാഹു താല ഉയർത്തും. നമുക്ക് നടക്കണേലെ ഇടുക്ക, എന്താ പിന്നെയ്യ, ഇനിയിപ്പെന്താ ഓരോ ദിവസവും ഓരോ ഇനിയിപ്പെന്താ ചെയ്യല, ഇനിയിപ്പെന്താ ഓരോ പ്രശ്നത്തിന്. ഇത് ജീവിതത്തിന്റെ ഇടുക്ക. ഇത് നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ആൾക്ക് അള്ളാഹു ഈ വിധം പരീക്ഷിക്കൂല. ദാരിദ്ര്യം ഉണ്ടാവൂല എന്നല്ല, ശ്രദ്ധിക്കണം. ഭക്ഷണത്തിന് കുടുങ്ങൂല എന്നല്ല, ഭക്ഷണത്തിന് കുടുങ്ങിയാലും മനസ്സിടുങ്ങൂല. ജീവിതത്തിന്റെ ഇടുക്കം അയാൾക്ക് അല്ലാഹു തആല അനുഭവിപ്പിക്കൂല. ഇത് അല്ലാഹു നൽകുന്ന ഒന്ന് ദുന്യാവില്. രണ്ടാമത്തെ ഒന്ന് ഖബറാണ്, 2ാം സങ്കേതം. ആ ഖബറിലെ ശിക്ഷയിൽ നിന്നും അല്ലാഹു അയാളെ കാക്കും. ഖബർ കഴിഞ്ഞ് ആഖിറത്തിൽ ചെന്നാൽ, പരലോകത്ത് ചെന്നാൽ, മഹ്ശറിൽ വന്നാൽ, വയുഅതീഹില്ലാഹു കിതാബഹു ബിയമീനിഹി, വലതുകൈയിൽ തന്നെ അവന്റെ നന്മതിന്മകൾ എഴുതിയ കിതാബ് അവന് നൽകും. സിറാത്ത് പാലം കടക്കുന്നതാ മറ്റൊരവസ്ഥ. വയമുറു അല സിറാത്തി കൽ ബർഖ്, മിന്നൽ പിളർ പോലെ സിറാത്ത് പാലം പെട്ടെന്ന് കടക്കാൻ അവന് പറ്റും. വയദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്, വിചാരണ ചെയ്ത് അപകടപ്പെടുത്താതെ അവനെ അല്ലാഹു സ്വർഗ്ഗത്തിൽ കടത്തും. ഖാല റസൂലുള്ളാഹി. 5 കാര്യം. നിസ്കാരം 5 വഖത്താകാൻ വേണ്ടി ഒരു കൂട്ടം പണ്ഡിതന്മാർ നിശ്ചയിച്ച രഹസ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്നലെ നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ മറ്റൊന്നുണ്ട്. 5 കടമ്പകളാണ് ഒരു മനുഷ്യന്റെ മുൻപിൽ. ഈ 5 കടമ്പകൾക്ക് രക്ഷയാണ് വാസ്തവത്തിൽ 5 നേരത്തെ നിസ്കാരം. എന്താ കടമ്പ? ഒന്ന്, ഈ ദുന്യാവും ദുന്യാവിലെ ജീവിതത്തിന്റെ പ്രയാസവും. ആ പ്രയാസം എന്നതിൽ നിന്ന് അല്ലാഹു തആല കടമ്പ പോക്കാൻ, അള്ളാന്റെ ദിക്ർ അവന്റെ മനസ്സിനെ ഭരിക്കാൻ നിശ്ചയിച്ചതാണ് 5 വക്ത് നിസ്കാരത്തിലെ ഒരു നിസ്കാരം. ഇത് ഈ ഹദീസ് സാക്ഷീകരിക്കും. ജീവിതത്തിന്റെ ഇടുക്കത്തിൽ നിന്ന് അയാൾക്കല്ല രക്ഷ നൽകുമെന്നത് ഇതിലേക്ക് സാക്ഷിയാകും. 2ാമത്തെ കടമ്പ ഒരു മനുഷ്യനുള്ളത് മരണം. മരിക്കുക എന്നുള്ളതെന്ന് പ്രശ്നമാണ്. മരിക്കുക അതൊരു പ്രശ്നമല്ലേ? ഈർപ്പൻ പോകണ്ടേ? മുത്തിന വിധങ്ങൾ തന്റെ നെഞ്ചത്തേക്ക് ചാരിക്കിടന്നുകൊണ്ട് മരണപ്പെടുമ്പോ നബി അനുഭവിക്കുന്ന വേദന കണ്ടിട്ട്, പ്രയാസം കണ്ടിട്ട്, വെപ്പാളം കണ്ടിട്ട്, അള്ളാന്റെ റസൂലിന്റെ നിമിത്തങ്ങൾ കണ്ടിട്ട്, നബി തങ്ങൾ തന്റെ കൂടെ ഇരിക്കുന്നവർ കാണേണ്ടെന്ന് കരുതിയിട്ട് പുതപ്പെടുത്ത് കണ്ണും മുഖവും മൂടിയിട്ട് മറക്കുന്ന ആ പ്രയാസം കണ്ടപ്പോ ആയിഷാ ബീവി പറയാ, നബിന്റെ ആ രംഗം കണ്ടപ്പം പിന്നെ മരണവക്ത്രത്തിൽ നിന്നും വേദനയിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടുന്നു പിന്നെ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഇതെല്ലാവർക്കും ഉണ്ട്.
ഏത് വിശ്വാസിക്കും ഏതാൾക്കും വരും. ലളിതമായവരിൽ വെച്ച് ലളിതമായിട്ടാകുന്നു അള്ളാന്റെ ഹബീബായ നബിയുടെ റൂഹിനെ പിടിച്ചത്. അപ്പൊ മരണം വല്ലാത്തൊരു പള. മരണം എന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. ഖബറിന്റെ അകത്ത് കൊണ്ടുപോയി മണ്ണിൽ വെച്ചിട്ട് ശരീരത്തിന്റെ മാംസള ഭാഗങ്ങളും പേശികളുമെല്ലാം മുറിഞ്ഞു നശിച്ച് മണ്ണായി പോകും എന്നതു മാത്രമേ മനുഷ്യനുള്ളൂ. ശേഷം ജീവിതമില്ല, ശേഷം പ്രശ്നമില്ല എന്നു തന്നെ സങ്കല്പിച്ചോ. ഈ ക്രിയകൾക്ക്, മരണത്തിന്റെ വിക്രിയകൾക്ക്, ഖബറിന്റെ അകത്തെ വിക്രിയകൾക്ക് വേണ്ടി മാത്രം ആലോചിച്ചിട്ട് കൂട്ടാളികളെ കൂട്ടി വാവിട്ട് നിലവിളിക്കാൻ മാത്രം അതുതന്നെ മതി എന്ന് പറഞ്ഞ ഭീകര രംഗമാണൊരവസ്ഥ മരണം. ഇത് രണ്ടാമത്തെ കടമ്പ. നിസ്കാരം ഒന്ന് വെച്ചത് ഈ കടമ്പ ശരിപ്പെടുത്താനാണ്. മൂന്നാമത്തെ ഒന്ന് ഖബറ്. ആ ഖബറിന്റെ അകത്തെ ദുഃഖം, അവിടത്തെ ശിക്ഷ, അത് മരിച്ചിട്ട് ഖിയാമം വരെയാണ്. ആ ജീവിതത്തിലെ ഇടുക്കം എന്നതൊരു കടമ്പയാണ്. ജീവിതത്തിലെ ഒരു സന്ധിയാണ്, ഒരു ദശാസന്ധി. ആ സന്ധിയിലെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മൂന്നാമതൊരു വഖ്ത്. നാലാമത്തെ ഒരു ദശാസന്ധി മഹ്ശർ. നമ്മളെ ഖബറിന്നുണ്ട് എഴുന്നേൽപ്പിക്കിട്ട് മംബഅസന മിമ്മർഖദിന ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ആരാ ഞങ്ങൾ ഓർക്കണത്തിന്ന് നല്ല വിശ്വാസികൾ പറയുമ്പോൾ അതേ അള്ളാഹു വാഗ്ദാനം ചെയ്തതാ, നബി അറിയിച്ചതാണല്ലോ എന്നവർ ഓർക്കുമ്പോൾ എങ്ങനെയാ ഞങ്ങളോന്ന് ചോദിച്ചിട്ട് യാ വൈലോ എന്ന അയ്യം വിളിക്കുന്നവരുണ്ട്. നമ്മളൊക്കെ അതിനെ അർഹർ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അവിടെ നിന്നിട്ട് മഹ്ശറിലേക്ക് തൊളിച്ചു കൊണ്ടുപോകും. യൗമനസൂഖുൽ മുജ്രിമീന, മുജ്രിമീങ്ങളെ തൊളിച്ചു കൊണ്ടുപോകുന്നൊരു പോക്ക്. ആ പോക്കും മഹ്ശറിലെ ഭീകരതയും ചൂടിത്ത് നിൽക്കലും ഹിസാബില്ലാതിരിക്കലും അതെങ്കിലും നടന്നെങ്കിന്ന് കൊതിക്കലും അമ്പിയാക്കന്മാരിലേക്ക് ഓടലും നരകത്തെ ചങ്ങലക്കിട്ട് കൊണ്ടുവന്ന് കാണുന്ന ഭീകര ദൃശ്യങ്ങളും എല്ലാം കാണുന്ന ആ ഭയങ്കരമായ ഹിസാബ് വരെയുള്ള ആയിരക്കണക്കിന് വർഷങ്ങൾ വരുന്ന ആ നീണ്ട കാലയളവില്ലേ ഭീകരകാലം, താണ്ഡവമാടുന്ന കാലം, അതൊരു കടമ്പയാണ്. അത് പോകാനാ നാലാമത്തൊരു വഖ്ത് നിസ്കാരം. അഞ്ചാമത്തെ വഖ്ത് നിസ്കാരം വിചാരണയാണ്. നന്മ തൂക്കുക, വിചാരണ ചെയ്യുക, അതൊരു വലിയ വപ്രാളമാണ്. കയ്യെവിടെയാ കിട്ടിയ കിതാബ്, എന്താ കിതാബിലുള്ളത്, തൂക്കിയിട്ടേതാ അമല് എന്ന് നോക്കിയിട്ട് സിറാത്ത് പാലം കടക്കുന്നത് വരെയുള്ള അളവ്, ആ ഹിസാബും ശേഷമുള്ളതായ നരകമോ സ്വർഗമോ തീർച്ചയും എന്ന കടമ്പ. ഈ കടമ്പക്ക് വേണ്ടിയിട്ട് രക്ഷ കിട്ടാൻ ആ അഞ്ചൊക്തേ. ഇനി എവിടെയാ കടമ്പ? അഞ്ചൊക്കത്ത് കൃത്യമായി കൊണ്ടു നടക്കുന്ന ഒരാൾക്ക് ഈ ഐഹിക ജീവിതം തൊട്ട് പാരത്രിക ജീവിതത്തിലെ സ്വർഗപ്രവേശനം വരെ കടമ്പയില്ല വിശ്വാസി. അള്ളാഹു ആ കടമ്പയില്ലാത്തവർ നമ്മെ പെടുത്തുമാറാവട്ടെ. അതാണ് പറയുന്നത്. ഈ അഞ്ച് കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു തആല കൃത്യം നിസ്കരിക്കുന്നവനെ അള്ളാഹു തആല ആദരിക്കും. നേരെ മറിച്ച് വമൻ തഹാവന അനിസ്സലാത്തി ആഖബഹുല്ലാഹു ബിഖംസഅശറ ഉഖൂബ, 15 ശിക്ഷകൾ. നിസ്കാരം സമയം വിട്ട് പിന്തിച്ച് നിസ്സാരമാക്കിയവനെ, അത് കാര്യമായി എടുക്കാത്തവനെ അല്ലാഹു തആല ശിക്ഷിക്കും. 15 ശിക്ഷകൾ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ഹംസത്തും ഫി ദുനിയ, 5 ശിക്ഷകൾ നിസ്കാരം സമയം വിട്ട് പിന്തിക്കുന്ന തോന്നുമ്പോൾ ചൊല്ലിക്ക് കൃത്യനിഷ്ഠയില്ലാത്തവന് ദുനിയാവുന്ന് തന്നെയാ. വസലാസത്തുൻ ഇൻദൽ മൗത്ത്, മരണവേളയിൽ 3. വസലാസത്തും ഫീ ഖബരിഹി, ഖബറിലാക്കിയിട്ട് 3. വസലാസുൻ ഇൻദ ഖുറൂജിഹി മിനൽ ഖബർ, ഖബറിന്ന് പുറപ്പെട്ടതിന്റെ ശേഷമുള്ള പരലോക ജീവിതത്തിൽ 3. 3 ഉം 9, 9ഉം 5ഉം 14 ആയുള്ളൂ. 15 ശിക്ഷ എന്ന ഹദീസിൽ വാക്യവുമുണ്ട്. ലഅല്ല റാവി നസിയൽ ഖാമിസ അശർ, 15ാം കാര്യം റാവി മറന്നുപോയി. അതുകൊണ്ട് നമുക്ക് കിട്ടാൻ മാർഗമല്ല എന്നാ മുഹദ്ദിസീങ്ങൾ പറയുന്നത്. ഇനി നമുക്ക് കിട്ടാൻ മാർഗമല്ല. വഹബികൾ പറയണ അങ്ങനെയല്ല, ഇപ്പളാ കിട്ട ഇൽമു പൊപ്പളാന്നല്ലോ കിട്ടുക. സീഡിൻ്റെല്ലോ മറ്റുണ്ടല്ലോ മറിച്ചുണ്ടല്ലോ അച്ചടിൻ്റെല്ലോ ഒക്കെ കിട്ടുക. ഈ ഒരു ഹദീസിലെ 15 തികക്കാൻ വേണ്ടി ഒരു 15ാം കാര്യം ലോകമാസകലം നമ്മളെ മുഹദ്ദിസീങ്ങൾ പരതിയിട്ട് ഹദീസ് പരതിയിട്ട് കിട്ടിയില്ല. കാരണം എന്ത്? ലഅല്ല റാവിയ നസിയൽ ഖാമിസത അശർ, 15ാമത്തെ കാര്യം ഈ റിപ്പോർട്ടർ മറന്നുപോയി. അയാളെ മറവി കൊണ്ട് മറന്നു പോയിരിക്കാൻ നമുക്ക് കിട്ടാൻ മാർഗമല്ല. ആവട്ടെ 15 എന്ന് നബി പറഞ്ഞത് അങ്ങനെ തന്നെ പറയാ, 14 എണ്ണി തന്നത് അങ്ങനെ നമുക്ക് പഠിക്കാം. 14 ശിക്ഷകൾ. ദുന്യാവിന്റെ അകത്ത് നടക്കുന്ന ശിക്ഷ നോക്കി ആലോചിക്കണം.
ദുനിയാവെന്ന് കിട്ടുന്ന ശിക്ഷ അള്ളാന്റെ റസൂൽ പറഞ്ഞു തുൻസഉൽ ബറക്കത്തു മിൻ ഉംരിഹി, ആയുസ്സിൽ അയാൾക്ക് ബറക്കത്തില്ല. നിസ്കാരം സമയം വിട്ട് ഭിത്തിക്കുന്ന ആൾക്ക് ആയുസ്സിൽ ബറക്കത്തില്ല. ആയുസ് അയാൾക്കുണ്ട്, നിസ്കരിക്കുന്ന ആൾക്കുണ്ട്, 8 ആയുസ് ഉണ്ടാവും, നിശ്ചയിച്ച ആയുസ്. പക്ഷെ ആയുസ്സിൽ ബറക്കത്തില്ല. ഇത് നിഷേധിക്ക് തിരിയില്ല. ആയുസ്സിന് തത്താഞ്ഞൊരു ബറക്കത്ത് ആലോചിക്കുക. ഒരു ഉദാഹരണം പറയാം. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അവർ 450 മുതൽ 504. 504 വഫാത്താണിടക്ക് 54 വയസ്സ് 55 വയസ്സാ ജീവിതം. 54-55 വയസ്സ് മാത്രം ജീവിച്ച ഇമാം ഗസാലിയുടെ വിശ്വോത്തര ഗ്രന്ഥങ്ങളുടെ പട്ടിക പരതി നോക്കൂ. ഏത് വിഷയത്തിലാ ആ പൊൻപേന തൊടാത്തത്? ഏത് വിഷയത്തിലാ ആ ചിന്തയും മനനവും നടക്കാത്തത്? ഏത് ഫിലോസഫിയാണ് ആ മഹത്തായ മനസ്സിൽ വഴങ്ങാത്തത്? മഹാനായ ഇമാം ഗസാലി ഹുജ്ജത്തുൽ ഇസ്ലാം ഏത് ഫിലോസഫിസ്റ്റുകൾക്കും ഏത് വിദഅത്തിന്റെ പാർട്ടിക്കാർക്കും കണ്ഠകൊടാലിയായി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ കാത്തു സംരക്ഷിച്ച മഹാനായ വിശ്വാസര പണ്ഡിതൻ ഇമാം ഗസാലി എത്ര ഗ്രന്ഥങ്ങളാ അദ്ദേഹം എഴുതിയത്? അദ്ദേഹം ഒരു നബിയായിരുന്നെങ്കിൽ അദ്ദേഹത്തിലേക്ക് മുഅ്ജിസത്തായിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഫിഖ് ഗ്രന്ഥമായ വജീസ് മാത്രം മതിയാകുമായിരുന്നു എന്നായി ഇമാമുകൾ പറഞ്ഞത്. വജീസ് എന്ന് പറഞ്ഞ മൂപ്പരുടെ ഒരു ആദ്യം മൂപ്പനുണ്ടാക്കിയ ഒരു ഗ്രന്ഥം ബസീത്ത്, അതിനൊന്ന് ചുരുക്കി വസീത്ത്, അതിനെ ചുരുക്കി പിന്നൊന്നാക്കിയതാ വജീസ്. ഈ 3 ചുരുക്കൽ ഒരുക്കിയ ആ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ നബിക്ക് മുഅ്ജിസത്തായതുപോലെ ഗസാലി നബിയാണെങ്കിൽ മുഅ്ജിസത്താകുമായിരുന്നു എന്ന് പറയപ്പെട്ട ഇമാം ഗസാലി ഈ ഒരു 55 വയസ്സുകൊണ്ട് എന്തെല്ലാം നേടി? ബർക്കത്ത്. ഇനി കുറച്ചിപ്പുറം പോരും. ഇമാം നവവി 45 വയസ്സ്. 45 വയസ്സായപ്പോഴേക്ക് ആ ജീവിതം അസ്തമിച്ചു. ഇമാം നവവിയുടെ ഒരു ഗ്രന്ഥം, അത് ഹദീസാവട്ടെ, ഫിഖ്ഹാവട്ടെ, ചരിത്രമാവട്ടെ, ഫതാവയാവട്ടെ, മറ്റെന്താവട്ടെ, അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥം കയ്യിൽ കിട്ടിയാൽ ചെറു ഗ്രന്ഥമാണെങ്കിൽ അത് വായിച്ച് അവസാനിക്കാതെ ഒരാൾ നിലത്ത് വെക്കൂല. ഒരു ഹറഫ് അതിൽ വേണ്ടാത്തത് കാണൂല. ഒരക്ഷരം പറയാത്തത് കൂട്ടി എന്നൊരാൾക്ക് പറയാനുണ്ടാവില്ല. ഒരു മൊഴിയോ ഒരക്ഷരമോ ഇമാം നവവിയുടെ ഗ്രന്ഥത്തിൽ നിന്ന് നീക്കാനുണ്ടാവില്ല. അത്ര ഉപകാരപ്പെട്ട കിതാബ് ലോകത്ത് ആർക്കെങ്കിലും അവതരിപ്പിക്കാൻ അല്ലാഹ് തൗഫീക്ക് ചെയ്തിട്ടുണ്ടോ? 45 വയസ്സാ. 45. പെണ്ണ് കെട്ടാൻ മറന്നു. പെണ്ണ് കെട്ടാതെ അദ്ദേഹം ജീവിച്ചു. അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ചു, ദീനിന് വേണ്ടി ജീവിച്ചു, സമുദായത്തിന് വേണ്ടി ജീവിച്ചു. അദ്ദേഹത്തിന്റെ കൊച്ചു മിൻഹാജ് എന്ന ആ ഫിഖ്ഹിന്റെ കിതാബ് ഒറ്റടിക്ക് നോക്കിയാൽ ഏതാനും പേജുകളെ വരൂ. ആ ഒരു മിൻഹാജിന്റെ ശറഹും വ്യാഖ്യാനവുമാണ് നമ്മൾ ഇന്ന് ശാഫിഈ മദ്ഹബിലെ അവലംബ ഗ്രന്ഥങ്ങളായി പറയുന്ന തുഹ്ഫ, നിഹായ. 10 വാല്യം 8 വാല്യത്ത് വരുന്ന ശാഫിഈ മദ്ഹബിലെ ഗ്രന്ഥങ്ങൾ ഇമാം നവവിയുടെ മിൻഹാജിന്റെ വിശദീകരണമാണ്. ആരായി ഇമാം നവവി? ഇതാ ആയുസ്സിലെ ബർക്കത്ത്. അവരാ 45 വയസ്സ് ജീവിച്ചതാണോ നമ്മളൊരാൾ 80-90 വയസ്സ് ജീവിച്ച? അങ്ങനെ ഒരാൾ ജീവിച്ചീനോലോ, അയാളാണ് മരിച്ചും പോയോലോ, അയാളെ കുട്ടികൾ എത്തീമായോളോ, അയാളെ ഭാര്യ വിധവിയായോലോ എന്നതിനെ നമുക്കുണ്ടാവുള്ളൂ. മറ്റൊന്നുമില്ല. മറ്റാർക്കെന്തൊരു നഷ്ടം? നമ്മളാരെങ്കിലും പോയാൽ ലോകത്തിനെന്തു നഷ്ടം? ദീനിനെന്ത് നഷ്ടം? സമൂഹത്തിനെന്ത് നഷ്ടം? അങ്ങനെയുള്ള ഒരു ജീവിത ബർക്കത്തുള്ള ജീവിതമാണ്. അതൊരു ഇൽമു മാത്രം പറയണ്ട. ചില ആജ്യന്മാർ ജീവിച്ചാലുണ്ടാവാൻ അങ്ങനെ. ചില നല്ല സാധാരണ പ്രവർത്തകന്മാർ എവിടെയും ഓരോ ഓടിയെത്തും. ആക്സിഡന്റ് ഉണ്ടാ അവിടെ ഓടിയെത്താം. കഷ്ടപ്പെട്ടവന്റെ മുമ്പിലൂടെ എന്തേ ഓൽക്കുന്ന അത് അങ്ങനെയുള്ള പഠിച്ചൊരു പ്രകൃതിയാണ്. ചിലർക്ക് അത് മതിയാവും ആഖിറത്തിൽ കിടക്കാം. അല്ലാഹു തആല നമ്മളെ ചെറുപ്പക്കാരൊക്കെ അങ്ങനെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഒരു പൊതുപ്രവർത്തകർ കണ്ടില്ല, നിങ്ങൾ പൊതുപ്രവർത്തകർ കുടുങ്ങിയോനെ നോക്കാൻ ചെല്ല. ചിലർ അവിടുന്ന് കിട്ടാൻ മൂരാന്താ നോക്കാൻ പോകുമോ? അത് രാഷ്ട്രീയ തന്ത്രം. അതല്ല ഞാൻ പറയുന്നത്. ഓരോരുത്തരെ സഹായിക്കാനുള്ള മനസ്ഥിതില്ലേ? ആ മനസ്ഥിതി ഉള്ളവരാണ് ബുദ്ധിമുട്ടിയവനെ സഹായിക്കുക, പ്രയാസപ്പെട്ടവനെ സഹായിക്കുക, അങ്ങാടി കിടക്കുന്ന രോഗിയെ നോക്കുക. ഇത്തരത്തിൽ നിൽക്കുന്ന എത്രയോ ആൾ, വേദനിക്കുന്ന മനുഷ്യന്മാർക്ക് കൈക്കരുത്താകുന്ന എത്രയോ ചെറുപ്പക്കാരില്ലേ? ഏതു കൂട്ടരാവട്ടെ, മനുഷ്യപ്പറ്റുള്ള ചെറുപ്പക്കാർ. ആ മനുഷ്യപ്പറ്റുള്ള ചെറുപ്പക്കാരൊക്കെ ജീവിക്കുന്ന ജീവിതം കഴിഞ്ഞിട്ട് മരിക്കുമ്പോൾ അയാളുണ്ടായിരുന്നെങ്കിൽ, ഇയാളുണ്ടായിരുന്നെങ്കിൽ, ആ ആളുണ്ടായിരുന്നെങ്കിൽ എന്ന് ആരെല്ലാം പറയും? ജനങ്ങളെ നോക്കുന്നൊരു മനുഷ്യൻ പറയുമ്പോൾ ആരെല്ലാം പറയും? ഇതാണ് ജീവിതത്തിന്റെ ബർക്കത്ത്. ഈ ബർക്കത്ത് ഒരിക്കലും നിസ്കാരം സമയം തെറ്റിക്കുന്ന മനുഷ്യനുണ്ടാവൂല. ആയുസ്സിന്റെ ബർക്കത്തൂരും. 2 അയാളെ മുഖത്തേക്ക് നോക്കിയാൽ സജ്ജനങ്ങളുടെ ഒരടയാളം കാണൂല.
സജ്ജനങ്ങൾ മൂത്ത് നോക്കിയാൽ അവരടയാളം കാണും. നമ്മളെ ശൈഖുന പറയാറുള്ളത് ബെടുക്ക് നോക്കിയാൽ കാണുന്ന ഈ കണ്ണിന്റെ താഴെ മൂക്കിന്റെ ഓരത്ത് കവളിന്റെ ബെടുക്കിങ്ങനെ നോക്കിയാൽ പേച്ചാളോണോ സുന്നിയാണോ എന്ന് തിരിയൂന്നാ പറയാ. അതൊരു കാഴ്ചയാണ്. ഇത് കണ്ണുള്ളവർക്ക് കാണാൻ പറ്റുന്ന കാഴ്ചയാണ്. ഖുർആൻ സ്ഥിരീകരിക്കുന്ന കാഴ്ച സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരിസ് സുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന ആമനൂ മഅഹു എന്ന് തുടങ്ങി സ്വഹാബത്തിനെയും റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനെയും അല്ലാഹ് വർണ്ണിക്കുന്നത് നോക്കി അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന എന്ന് തുടങ്ങുന്ന ആ കൂട്ടം ആളുകൾ അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ ഇൽമു പഠിക്കാൻ വേണ്ടി എന്നുള്ളത് സുഫത്തിന്റെ അഹ്ലുകാർ ഇവരെയൊക്കെ അങ്ങനെ ഇവിടെയൊക്കെ പെട്ടിട്ടുണ്ട്. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരിസ് സുജൂദ് അവർക്ക് വേണ്ട സജ്ജനങ്ങളാണെന്നതിന്റെ നല്ല മനുഷ്യന്മാരെന്നതിന്റെ അടയാളം പോലെ മുഖത്തന്നുണ്ട്. അല്ലാഹ് പറയുന്നത് മുഖത്തുണ്ട്. എന്താ കാരണം? മിന്നാസരി സുജൂദ് നിസ്കരിക്കുന്നവരാണവർ, സുജൂദ് ചെയ്യുന്നവരാണവർ. സുജൂദ് ചെയ്യുന്നവർക്കുള്ള ഈ മുഖത്തെ സജ്ജനങ്ങളുടെ അടയാളം തോന്നുമ്പം സൊല്ലികൾക്കുണ്ടാവൂല, സമയം നോക്കാത്തവർക്കുണ്ടാവൂല, ഹലാക്കുന്നവർക്കുണ്ടാവൂല. 2 മൂന്നാമത്തത് കുല്ലു അമലി യഅമലുഹു അയാൾ പ്രവർത്തിക്കുന്ന ഒരു പ്രവൃത്തിക്കും അല്ലാഹു അയാൾക്ക് കൂലി നൽകൂല. നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസില്ല അഹബത്തല്ലാഹു അമലഹു അമലല്ലാഹു തആല പൊളിക്കും പറഞ്ഞ. 4മത്തത് പറയുന്നത് ലാ യുർഫഉ ലഹു ദുആഉൻ ഇലസ് സമാ ആകാശത്തേക്ക് അയാളെ ഒരു ദുആയും പൊങ്ങൂല. അതിന്റെ അപ്പുറത്തേക്ക് പിന്നല്ലേ ആകാശത്തേക്ക് ആളെ ദുആ പൊങ്ങൂല. പിന്നെ നമ്മൾ ഈ നിക്കരിക്കാത്തോല് കയ്യും കാട്ടിയിട്ട് ആമീന്ന് പറഞ്ഞിട്ട് എവിടെ എത്താനാ? എന്തുത്തരം കിട്ടാനാ? ഇതാ അള്ളാന്റെ ഹബീബ് പറയുന്നത്. അതുകൊണ്ട് നമുക്കൊക്കെ ഹബ്ബുണ്ട്. എല്ലാ മുസ്ലിമീങ്ങളും അവർ ദുആയിരക്കുന്നുണ്ട്. അത് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. പക്ഷേ ഈ പങ്ക് നിസ്കാരം സമയത്ത് വിട്ട് പിന്തിക്കുന്നവന് സദ്വൃത്തവരുടെ ദുആയിൽ പങ്കില്ല. പുരാകൂരിരുട്ടത്ത് രാത്രിയുടെ യാമങ്ങൾ മുഴുക്കെ അള്ളാഹ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്ന റമദാനിനെ മാനിക്കുന്ന ഭക്തന്മാരുടെ ദുആയിൽ നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന വിശ്വാസിക്ക് പങ്കുണ്ട്. പക്ഷേ ഫർള് നിസ്കരിക്കണം, സമയത്ത് നിസ്കരിക്കണം, അല്ലെങ്കിൽ കിട്ടൂല. ചെറിയ നഷ്ടമാണോ? ദുനിയാവത്തെ 5 ഖബറിൽ മരിക്കുന്ന നേരത്ത് യമൂതു ദലീല പതിതനായാണ് അവൻ മരിക്കുക. യമൂതു ജായിഅ വിശന്നുകൊണ്ടവൻ മരിക്കും. യമൂതു അത്ശാന ഒരിക്കൽ വെള്ളം കിട്ടാതെ ദാഹിച്ചു വലഞ്ഞവൻ മരിക്കും. വലൗ സുഖിയ ബിഹാറ ദുനിയാ മാറവിയ മിൻ അത്ശിഹി സമുദ്രങ്ങൾ മുഴുക്കെ അയാൾ കണ്ണു കോരിക്കൊടുത്താലും ദാഹം തീരൂല. അവിധം ദാഹിച്ചു വലഞ്ഞവൻ മരിക്കും. മരണസമയത്ത് ഈ വിധം മരിക്കുന്നതിൽ പരം വിഷമം എന്താണ്? വെള്ളം കിട്ടാതെ, വറ്റി കിട്ടാതെ, വിശന്ന് പൊരിഞ്ഞ് ഒരു രക്ഷയുമില്ലാതെ താങ്ങാൻ കഴിയാത്ത റൂഹിന്റെ ചലനവും വേർപാടും തന്നെ സഹിക്കാൻ വയ്യ. അതോടൊപ്പം സാധാരണ മനുഷ്യന് സഹിക്കാൻ കഴിയാത്ത പട്ടിണി ആ സമയത്ത് സഹിക്കേണ്ടി വന്നാൽ, ദാഹം പൈദാഹം വല്ലാതെ കഷ്ടപ്പെടേണ്ടി വന്നാൽ എന്തിരിക്കും? അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. പക്ഷേ നിസ്കാര സമയം വിട്ട് ബന്ധിച്ചവന് ഈ 3 അപകടങ്ങൾ മരണസമയത്ത് സഹിക്കേണ്ടി വരും. നബിയാ പറയുന്നത് ഖബറിൽ യുളയ്യഖു അലൈഹിൽ ഖബർ ഹത്താ തഖ്തലിഫ അദ്ലാഉഹു അവന്റെ വാരിയല്ലുകൾ കൂട്ടിക്കോർക്കുന്ന വിധം ഇടുക്കമാക്കി മരിച്ച ആൾ എപ്പോഴും ഖബറിൽ അങ്ങനെ തന്നെ. 2മത്തത് യൂഖദു അലൈഹി നാർ ഫയതഖല്ലബു അലൽ ജംറി ലൈലൻ വനഹാറ ഖബറിന്റെ ഓരം മുഴുക്കെ, ഖബറിന്റെ വിരിപ്പ് മുഴുക്കെ, ആ അറ മുഴുക്കയും തീ. അയാൾ തിരിഞ്ഞും മറിഞ്ഞും രാവും പകലും കിടക്കുന്നത് തീക്കനന്മേൽ തീക്കട്ടന്മേലാകുന്നു. ഖാല റസൂലുള്ളാഹി വിടുകയില്ല. യുസല്ലത്തു അലൈഹി ഫീ ഖബരിഹി സുഅബാൻ ഒരു വലിയ പാമ്പിനെ അവന്റെ ഖബറിൽ അവന്റെ മേൽ വെക്കും. ഇസ്മുഹു ശജാഉൽ അഖറ അതിന് പേരും നബി പറഞ്ഞു ശജാഉൽ അഖറ. നമ്മൾ അർത്ഥം വെച്ചാൽ നടക്കൂല. മുത്തനബിന്റെ നുബുവത്തിന്റെ കലിമത്ത് പരലോകത്ത് ബർസഖിൽ നിസ്കാരം ഒഴിച്ചവനെ ഏൽപ്പിക്കുന്ന പാമ്പിന്റെ പേര് പറഞ്ഞ് നബി പഠിപ്പിക്കുന്നു ശജാഉൻ നഖറ. ഐനാഹു മിൻ നാർ കണ്ണു തന്നെ തീയിൻ്റെതാ. വദുഫാറുഹു മിൻ ഹദീദ് അതിന്റെ നഖങ്ങളൊക്കെ ഇരുമ്പ. തൂലു കുല്ലു ദുഫിരിൻ മസീറത്തു യൗം ഒരു ദിവസം സഞ്ചരിക്കേണ്ട ദൂരം അവന്റെ ഒരു നഖത്തിന്റെ നീളമുണ്ട്.
ആ വിധമുള്ള ഒരു പാമ്പ്. ആ പാമ്പ് യുകല്ലിമുൽ മയ്യിത അന ശജാഉൽ അഖറബ്, ഞാനാ ശജാഉൽ അഖറബ്, എന്നെ നിന്റെ മേൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് മനുഷ്യനായ ആളോട് ഖബറിന്റെ അകത്ത് ഈ പാമ്പ് സംസാരിക്കും. വസൗതുഹു മിസ്ലുർ റഅദിൽ ഖാസിഫ്, ഇടിയുടെ ശബ്ദം, മനുഷ്യനെ നശിപ്പിക്കുന്ന, പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്ന ശബ്ദത്തിന്റെ ഗാംഭീര്യമുള്ള ഇടി. ആ ഇടിയുടെ ശബ്ദം, ആ ഇടിയുടെ ശബ്ദത്തിൽ അയാൾ പറയും, അമറനി റബ്ബി അൻ അദ്രിബക അലാ തദീഇ സ്വലാത്തി സുബ്ഹി. ആലോചിക്കണം ചെറുപ്പക്കാരാ, സുബ്ഹ് നിസ്കാരം പാഴാക്കിയതിന്റെ പേരിൽ ഇലാ ബഅദ തുലൂഇ ശംസ്, സൂര്യാസ്തമയം കഴിയുന്നത് വരേക്കും സുബ്ഹ് നിസ്കരിക്കാത്തതിന്റെ പേരിൽ നിന്നെ കൊത്താൻ, നീ മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ കൊത്താൻ എന്നോടല്ല കൽപ്പിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് ഈ പാമ്പവനെ കൊത്തിക്കൊണ്ടിരിക്കും. ഒരടി ആ പാമ്പവനെ അടിച്ചാൽ യഗൂസു ഫിൽ അർളി 70 ദിറാ, 70 മുഴം അന്നേരം ആ മയ്യത്ത് ഖബറിന്റെ അടിയിലേക്ക് ആണ്ടുപോകും. ഒറ്റടി. ഈ അടി ഫലാ യസാലു മുഅസ്സബൻ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ട് കഴിയും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നിസ്കാരം വിളിക്കുന്ന ആൾക്കുള്ള ഖബറിന്റെ അകത്ത് ശിക്ഷ. ഖബറിൽ നിന്ന് പുറപ്പെട്ടിട്ടോ, ഒന്ന് ശിദ്ദത്തുൽ ഹിസാബ്, കടുത്ത വിചാരണ. രണ്ടാമത്തത് വസഖത്തുർ റബ്ബ്, റബ്ബിനോനോട് ദേഷ്യ. ആകെ മനുഷ്യൻ ജീവിക്കുന്നത് പടച്ചോന്റെ പൊരുത്തത്തിന്. പടച്ചോന്റെ പൊരുത്തം മിനല്ലാഹി അക്ബർ, പടച്ചോന്റെ പൊരുത്തത്തിന്റെ ഒരു ചെറിയ അംശം കിട്ടിയാൽ അതാണ് സ്വർഗീയ സുഖങ്ങളും ശാശ്വത സ്വർഗ സുഖങ്ങളെക്കാൾ എല്ലാം വലുത്. ആ റിദ്വാന് പോയിട്ട് പകരം പടച്ചോനോനെ പറ്റി ദേഷ്യം. മൂന്നാമത്തത് വദുഖൂലുന്നാർ, അവൻ തീയിൽ കിടക്കുമെന്ന്, നരകത്തിൽ കിടക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. ഈ 14 ശിക്ഷകളും നിസ്കാരം ഒഴിച്ചോനല്ല, ഒഴിച്ചോന് കൂടുതൽ കിട്ടും. നിസ്കാരം സമയം വിട്ട് പിന്തിച്ചവനാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും എന്തു പറയുന്നു? അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ ഈ താക്കീതുകൾ നമ്മൾ അവഗണിക്കണോ? ഇത് കളവാണെന്ന് പറയണോ? ഇതിൽ അവിശ്വസിക്കണോ? ഇതിൽ സംശയം തോന്നണോ? സന്ദേഹികളാവണോ? നമുക്ക് എന്തെങ്കിലും സംശയം തോന്നണോ? നബിയെ കൊണ്ട് വിശ്വാസമുള്ളവരെ, ഖുർആൻ കൊണ്ട് വിശ്വസിക്കുന്നവരെ, ഹദീസ് കൊണ്ട് വിശ്വസിക്കുന്നവരെ, പക്ഷഭേദം വേണ്ട, സംഘഭേദം വേണ്ട, ഒരു സംഘവും നോക്കണ്ട, എല്ലാ സംഘത്തിനും ഹദീസുകൾ വിശ്വാസ. പരലോകത്തെ കാര്യം അള്ളാഹിന്റെ ഹബീബായ നബി തങ്ങൾ മുഖേന അള്ളാഹു അറിയിച്ചാൽ അവിടെ സംശയം തോന്നുന്നവന് ഈമാനില്ല. ഈ വിധത്തിൽ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ അറിയിച്ച ഈ ശിക്ഷ നരകത്തിൽ മാത്രമല്ല, ദുനിയാവിന്റെ അകത്ത്, ഖബറിന്റെ അകത്ത്, മഹ്ശറിൽ വെച്ച് വിചാരണയുടെ വേളയിൽ എല്ലാ കടമ്പകളിലും കിട്ടുന്ന ആ കൂട്ടത്തിൽ പെടാൻ നമസ്കാരം പാഴാക്കിക്കൊണ്ട് നമ്മൾ പാത്രമാകണോ? അള്ളാഹു കാക്കണ്ടേ നമ്മളെ? അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരിക്കുന്ന സമയത്ത് മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു തങ്ങളവർ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ കാനത്ത് ആമ്മത്തു വസിയ്യത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ഹദറത്തുൽ വഫാത്ത്, മരണാസന്നനായി വഫാത്ത് വരുമ്പോൾ നബി തങ്ങൾ വസിയ്യത്ത് ചെയ്തതാകെയും തങ്ങൾ പറയുന്ന വാക്ക് ഞങ്ങൾക്ക് തിരിയാതാകുന്നത് വരെയും ഞങ്ങളോട് ഉപദേശം ചെയ്ത വേളയിൽ നബി തങ്ങളുടെ വാക്ക് മുട്ടിപ്പോകും വരെ ചെയ്ത ഉപദേശം അസ്വലാ വമാ മലകത് ഐമാനുക്കും, അസ്വലാ വമാ മലകത് ഐമാനുക്കും, അസ്വലാ വമാ മലകത് ഐമാനുക്കും. ഒരു രോഗം കൊണ്ടുവന്ന ഒരു ശബ്ദമാറ്റം ആ നേരത്തെ നബിയുടെ ശബ്ദത്തിനുണ്ടായിരുന്നു, ഒരൊച്ച വൽപ്പം. ആ വൽപ്പത്തിൽ നബി തങ്ങൾ നിസ്കാരം ശ്രദ്ധിക്കണം, നിസ്കാരം ശ്രദ്ധിക്കണം, നിസ്കാരം ശ്രദ്ധിക്കണം, എന്റെ സമുദായമേ നിസ്കാരം ശ്രദ്ധിക്കണം, നിസ്സാരമാക്കരുത്, സമയം വിട്ട് ഒഴിവാക്കരുത്, ചിട്ടകൾ പാലിക്കണം, നമസ്കാരം ശ്രദ്ധിക്കണം. വിശ്വാസികളുടെ കൂട്ടമേ, എന്റെ ദീനിന്റെ ചിഹ്നമാണ്, എന്റെ ദീനിന്റെ പതാകയാണ്, എന്റെ ദീനിന്റെ ദഅവത്തിന്റെ മാർഗമാണ്, ഇത് നിങ്ങൾ സൂക്ഷിക്കണം. വമാമലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ കീഴാളർ, നിങ്ങളുടെ കീഴിൽ ജീവിക്കുന്നവർ എന്ന് വെക്കപ്പോ നിങ്ങൾ വലങ്കൈ കൊണ്ട് ഉടമയാക്കിയ അടിമകൾ, ആ അടിമകളെ പോലെയാണ് നമ്മളുടെ ദുർബലരായ പെണ്ണുങ്ങൾ. ആ പെണ്ണുങ്ങളെ കാക്കണം. നമ്മളുടെ നിയന്ത്രണത്തിന് കീഴിലുള്ളവരെ പിടിച്ചടിക്കരുത്, നമ്മളുടെ നിർബന്ധത്തിന് കീഴിലുള്ളവരെ പിടിച്ച് ശകാരിക്കരുത്. പിന്നെ ഞാൻ ആവശ്യത്തിന് വേണ്ടിയിട്ടാ ഇത് നബി തങ്ങൾ ഉണർത്ത. ഇത് പ്രത്യേകം നബി ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മുൻപിൽ അവാനിന്ദക്കും,
നിങ്ങളുടെ മുൻപിൽ ബന്ദികളാക്കിയിട്ട് അല്ലാഹു തആല തന്ന സൂക്ഷിപ്പ് സ്വത്തുകളും ബന്ദികളും നിങ്ങളുടെ ബന്ദികളാണെന്ന് കരുതി ഓരോട് തോന്നുന്ന വിധത്തിൽ പെരുമാറരുത്. നിങ്ങളുടെ കീഴാളരോട് തോന്നുന്ന വിധത്തിൽ പെരുമാറരുത്. നിങ്ങളുടെ പണിക്കാരോട് തോന്നുന്ന വിധത്തിൽ പെരുമാറരുത്. ക്രൂരമായി പെരുമാറരുത് എന്ന് അള്ളാന്റെ റസൂല് മരണത്തിന്റെ സമയത്ത് വഫാത്തിന്റെ വേളയിൽ ചെയ്ത വസിയ്യത്തിന്റെ കൂടുതൽ ഭാഗവും ഇതായിരുന്നു. അവസാന സമയം വരെയുള്ള വസിയ്യത്ത് ഇതാ, വേറൊരു വസിയ്യത്ത് ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ് ഇമാം അഹ്മദും അബൂദാവൂദും നിവേദനം ചെയ്തിട്ടുണ്ട്. ആ നമസ്കാരത്തിന്റെ കാര്യം നിസ്സാരമാക്കരുത്, എളുപ്പയാക്കരുത്, ചെറുതാക്കരുത്. സമയനിഷ്ഠ പാലിക്കണം. ചിട്ടകളും ഫറളുകളും ഷർത്തുകളും ക്ലാസ് വെച്ചോ പുസ്തകം വായിച്ചോ ചോദിച്ചു പഠിച്ചോ പഠിച്ചുകൊണ്ട് നമ്മളത് കൃത്യം പോലെ നിർവഹിച്ചേ പറ്റൂ. വിശ്വാസിയാണോ, പ്രകീർത്തിക്കപ്പെടണോ, സ്വർഗം കിട്ടണോ, ഖബറിൽ രക്ഷ വേണോ, ഹിസാബിൽ രക്ഷ വേണോ, മഹ്ശറിൽ രക്ഷ വേണോ, ഇത് നോക്കിയേ പറ്റൂ. കുത്തേറ്റുകൊണ്ട് കിടന്ന് മുറിവിൽ നിന്ന് രക്തങ്ങൾ നിർഗളിക്കുന്ന നേരത്തല്ലേ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചത് നിസ്കാരം, അമീറുൽ മുഅ്മിനീൻ നിസ്കാരം, അമീറുൽ മുഅ്മിനീൻ നിസ്കാരം സുബ്ഹിക്ക് ഇമാമത്ത് നിന്ന് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുമ്പോഴല്ലേ ഫൈറൂസ് എന്ന അബൂലുലൂത്തി എന്ന ജൂതനായ ദുഷ്ടൻ മഹാനായ ഉമർ എന്നവരെ കുത്തിയത്. ആ കുത്തിയ മഹാൻ നിസ്കാരത്തിന്റെ നേരത്തെ ആ നിസ്കാരം സൂര്യൻ ഉദിക്കോലോ എന്ന് പറയുമ്പം അദ്ദേഹം പറഞ്ഞത് നഅം, നിസ്കരിക്കണം, സമയത്തിന്റെ മുമ്പ് നിസ്കരിക്കണം. അമാ ഇന്നഹു ലാ ഹദ്ദ അഹദിൻ ഫിൽ ഇസ്ലാം അളാഅ അസ്സലാത്ത് വസല്ലാ റളിയല്ലാഹു അൻഹു. നിസ്കാരം സമയം വിട്ട് ചിന്തിക്കുന്നവന് ഇസ്ലാമിൽ അംശമില്ല, ഇസ്ലാമിൽ മെമ്പറല്ല, ഇസ്ലാമിൽ അവന് വകുപ്പില്ല, ഇസ്ലാമിൽ അവന് കാവലില്ല. അതുകൊണ്ട് നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് സൂര്യോദയത്തിന്റെ മുൻപ് സമയത്തു തന്നെ മുറിവിൽ നിന്ന് രക്തം ഒലിച്ചുകൊണ്ടിരിക്കെ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചുവെങ്കിൽ അത് നബി തങ്ങളുടെ വസിയ്യത്തിന്റെ ഗാംഭീര്യമാണ്, സ്വഹാബത്തിന്റെ ചിട്ടയാണ്, സ്വഹാബത്തിന്റെ പതിവാണ്. ആ പതിവായി കൊണ്ടുവന്ന പതിവ് നമ്മുടെ കാലത്തെത്തിയപ്പോൾ, ഈ തലമുറയിലെത്തിയപ്പോൾ, ഇതിന്റെ തൊട്ട് തലമുറത്തിലെത്തിയപ്പോൾ, അവസാന തലമുറയിലെത്തിയപ്പോൾ എങ്ങനെ അത് നഷ്ടപ്പെട്ടു ഈ സമുദായത്തിന്? അപ്പോൾ സമുദായം ദുഷിച്ചില്ലേ? അല്ലാഹു ഈ സമുദായത്തെ കാക്കട്ടെ, നാം ഏവരെയും കാക്കട്ടെ, ഈ സമൂഹത്തെ കാക്കട്ടെ, അപകടങ്ങളിൽ നിന്ന് കാക്കട്ടെ. അല്ലാഹു രക്ഷിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.